ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും എല്ലാം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഇന്ന് ജിയുടെ വക്താവായ അല്ലെങ്കിൽ ജിയുടെ അടിമയായ ഷിബുവിന്റെ അടിമയായ ആൽബർട്ടിനോടുള്ള അടുത്ത ഒരു എപ്പിസോഡാണ്, അല്ലെങ്കിൽ അടുത്ത ചോദ്യങ്ങളാണ്. ആൽബർട്ടും കൂട്ടരും പറയുന്നത് ഇനി സുവിശേഷം അറിയിക്കേണ്ട കാര്യമില്ല കർത്താവായ യേശു ക്രിസ്തുവിന്. കാരണം AD 70 കർത്താവ് വന്നുപോയി. കൊലോസ് ലേഖനത്തിൽ പറയുന്ന വാക്യം അനുസരിച്ച് ഇനി സുവിശേഷം അറിയിക്കേണ്ട കാര്യമില്ല. കാരണം സുവിശേഷം ഇനി അറിയിക്കേണ്ട കാര്യമില്ല, എല്ലാവരും സുവിശേഷത്തിൽ വിശ്വസിച്ചു, ഇനി സുവിശേഷം അറിയിക്കുന്ന അബദ്ധമാണ് എന്നൊക്കെയുള്ള ധാരണയാണ് ഇവർ പറയുന്നത്. അപ്പൊ ഈ അബദ്ധധാരണയിലൂടാണല്ലോ ആൽബർട്ടും കൂട്ടരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അബദ്ധധാരണയിൽ പോകുന്നത് കൊണ്ട് ഇപ്പോൾ ആരും സുവിശേഷം കേൾക്കുന്നുമില്ല, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുമില്ല. ആൽബർട്ട് വിശ്വസിച്ചു നിൽക്കുന്ന ആ സമൂഹത്തിന് പറ്റിയ അബദ്ധത്തെ ബാക്കിയുള്ളവർ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം സുവിശേഷം കർത്താവായ യേശുക്രിസ്തു വരുന്ന കാലയളവിൽ മുഴുവനും സുവിശേഷം അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ആൽബർട്ട് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബൈബിളില്. എന്റെ സഹോദര, ഈ പറഞ്ഞ വിഷയത്തിന് ബാക്കി പറയാൻ ആൽബർട്ട് ഇത് പറയട്ടെ. ആൽബർട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ. ആൽബർട്ട് പറഞ്ഞു ഈ AD 61 ആയപ്പോൾ ലോകത്ത് എല്ലാവരും സുവിശേഷം എത്തിയെന്നല്ല. AD 61 AD 70 ഏറ്റവും കൂടുതൽ പ്രവചിച്ചു പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞൊരു സുവിശേഷം ആളുകളോട് പറഞ്ഞ് നല്ല വിശേഷം പറയാൻ പറഞ്ഞ് ഏൽപ്പിച്ച 3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ പോകണം. അവർക്ക് കംപ്ലീറ്റ് നിർദ്ദേശം, അവർക്ക് കംപ്ലീറ്റ് അധികാരം കൊടുത്താൽ വിടുന്നു, അല്ലാതെ അധികാരം കൊടുത്താൽ ഒരാളെ വിട്ടില്ല. നിങ്ങൾ കേട്ടുവല്ലോ. ആൽബർട്ട് പറയുന്നത് AD 70 കർത്താവ് വന്നു, അല്ലെങ്കിൽ AD 70 സുവിശേഷം അറിയിക്കുന്ന പൂർണ്ണമായിട്ടും നിർത്തി. കാരണം അവർക്ക് കംപ്ലീറ്റ് അധികാരം കൊടുത്തു വിട്ടു. അധികാരം എല്ലാം കൊടുത്തു വിട്ടുകൊണ്ട് ഇനി സുവിശേഷം അറിയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ആൽബർട്ട് പറയുന്നത്. നിങ്ങൾ അത് കേട്ടതാണല്ലോ. ഈ ആൽബർട്ട് ഇത് എവിടുന്ന് പഠിച്ചു എന്നുള്ളതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആൽബർട്ട് പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ട ഒരു വസ്തുതയും കൂടെ ആണല്ലോ. ആൽബർട്ട് പറയുന്നത് AD 70 എല്ലാം നിവൃത്തിയായി, ഇനി അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് ആൽബർട്ട് പറയുമ്പോൾ ആൽബർട്ട് ഒരു കാര്യം മനസ്സിലാക്കണം. ആൽബർട്ട് വെറും മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ അതോ മണ്ടനാണോ എന്ന് നോക്കരുതില്ല. ജിയുടെ കൂട്ടത്തിൽ കൂടിയതിന്റെ ആയിരിക്കാം, ഷിബു പിടിയേക്കലിന്റെ കൂട്ടത്തിൽ കൂടിയത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറയുന്നത്. പക്ഷെ എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനിട്ട യൂട്യൂബ് ചാനലിന്റെ താഴെ ഒരു മഹാൻ വന്നിട്ട് ഒരു കമന്റ് ഇട്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്കേണ്ടത് യേശുവിനോടാണോ? നിങ്ങൾ ഫുൾ കോമഡി ആണല്ലോ മനുഷ്യ, പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോടല്ലേ മനുഷ്യ എന്നിട്ടിരിക്കുകയാണ്. അതിന് താഴെ ഇട്ടിരിക്കുകയാണ്, പാപികളെ മോചിപ്പിക്കുന്ന ദൈവം യേശുവോ? നല്ല സൂപ്പർ സുവിശേഷം. അപ്പോൾ യേശു തന്റെ പാപങ്ങളെ മോചിക്കാൻ യോഹന്നാന്റെ അടുത്ത് പോയത് എന്തിനാ? എന്നാത്തിനാണ്? എന്നാത്തിനാണെന്ന് പറഞ്ഞ ആളിനോട് ചോദിക്കുകയാണ്, യേശു യോഹന്നാന്റെ അടുത്ത് പോയത് പാപങ്ങളെ മോചിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന ഒരു ബൈബിൾ വാക്യം തന്നു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. താങ്കൾ ആ ബൈബിൾ വാക്യം തരിക. കാരണം താങ്കൾ വിശ്വസിക്കുന്ന അതാണല്ലോ, യേശു തന്റെ പാപങ്ങളെ മോചിപ്പിക്കാൻ യോഹന്നാന്റെ അടുത്ത് പോയി എന്നുള്ളത്. അപ്പൊ യേശു ഒരു പാപിയാണെന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. എന്നാൽ ആദ്യത്തേന് ഞാൻ മറുപടി തരാം, രണ്ടാമത്തേന് താങ്കൾ എനിക്ക് വാക്യം തരണം. പ്രാർത്ഥിക്കേണ്ടത് യേശുവിനോടാണോ എന്ന് താങ്കളോട് ചോദിച്ചു. അതിപ്പോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. കാരണം വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് യേശുവിനോട് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ യേശുവിനോട് അപേക്ഷിക്കാൻ വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 13, 14, 15 വായിക്കുമ്പോൾ അവിടെ കാണാം, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ അപേക്ഷിക്കുന്നത് ഞങ്ങൾ ജീവനുള്ള ദൈവമായ ക്രിസ്തുവിനോടാണ്. ക്രിസ്തു തന്നെ എന്താകും? പിതാവ് പുത്രനും മഹത്വപ്പെടേണ്ടതിന് പിതാവ് ചെയ്തു തരുമെന്നല്ല പറയുന്നത്, ഞാൻ ചെയ്തു തരുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോടൊക്കെയാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഇത് ആരാണെന്ന് നമ്മളൊന്ന് അന്വേഷിച്ച് ഞാൻ പോയപ്പോഴത്തേനും, ഉണരൂ ക്രിസ്ത്യാനികളെ ഉണരൂ, ദുരുപദേശങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരു മല്ലു ആണ് ഇദ്ദേഹം. മനസ്സിലായോ? ഉണരൂ ക്രിസ്ത്യാനികളെ ഉണരൂ, ദുരുപദേശങ്ങൾക്കെതിരെ സംസാരിക്കും. അപ്പൊ ക്രിസ്ത്യാനി എന്ന് പേര് അന്ത്യോക്യയിൽ വെച്ച് ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ അനുയായികളെയാണ്. ഇദ്ദേഹം വന്നിട്ടും വേറെ ആശയമാണ്. ഇതാരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഉണരൂ ക്രിസ്ത്യാനികളെ ഉണരൂ, അതെ ഇദ്ദേഹമാണ്.
നമ്മുടെ ആൽബർട്ട് യോഹന്നാനുമായിട്ട് 29-ാം തീയതി നമ്മൾ കോന്നിയിൽ ഒരു ഡിബേറ്റിന് തയ്യാറെടുത്തപ്പോൾ അവിടെ ജിയുടെ ഒരു ബാഗ് നിറയെ ഉപദേശങ്ങളുമായിട്ട് വന്ന മഹാനാണ് ഈ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിനോടല്ലേ പ്രാർത്ഥിക്കേണ്ടത്, യേശുവിനോടാണല്ലോ, ഫുൾ കോമഡി ആണല്ലോ. അങ്ങനെയെങ്കിലും തിരിച്ചൊരു ചോദ്യം, അല്ലേ ഉണരൂ ക്രിസ്ത്യാനി, ഉണരൂ ഉപഭോക്താവെ ഉണരൂ എന്ന് പറയുന്ന രീതിയിൽ താങ്കളോട് ചോദിക്കുകയാണ്, താങ്കളുടെ ദൈവം ആരാ? ഇത് കണ്ടിട്ടാണല്ലോ അടുത്ത വീഡിയോ ഒന്ന് ചെയ്യണേ. താങ്കളുടെ ദൈവം ആരാണ്? ഈ ഇരിക്കുന്ന ബാഗിൻ്റെ അകത്ത് നിറയും മുഴുവനും താങ്കളുടേതായിട്ടുള്ള ദുരുപദേശങ്ങൾക്കെതിരെയുള്ള ഖണ്ഡനമാണ് ബാഗ് നിറയെ ഇരിക്കുന്നതെങ്കിൽ താങ്കളോട് ചോദിക്കുകയാണ്, താങ്കളുടെ ദൈവം ആരാണ്? താങ്കൾ വിശ്വസിക്കുന്ന യേശു ദൈവമാണെങ്കിൽ യേശു ഒരു പാപിയാണെന്നാണോ താങ്കൾ പറയുന്നത്? ഒന്നും മറുപടി തരണേ കേട്ടോ. ഈ ബാഗ് നിറയെ താങ്കളുടെ വിശേഷ പ്രചാരണ പുസ്തകങ്ങളാണ്, അല്ലെന്നുണ്ടെങ്കിൽ ജിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളുമായിട്ടാണ് ഈ ബാഗും തൂക്കി അവിടെ വന്നതെന്നുണ്ടെങ്കിൽ താങ്കളൊന്ന് പറയണേ. അതിപ്പോ ഇദ്ദേഹമാണ് ആ ചോദ്യത്തിന്റെ ആള്, ജിയുടെ ആളാണ്. അതിപ്പോ ജിയുടെ ദൈവം ആരാ? ജിയുടെ ആളാണ്. ജിയുടെ ദൈവം ആരാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി നമുക്ക് ആൽബർട്ടിന്റെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ കോന്നിയിൽ ഇതുവരെ സുവിശേഷമേ എത്തിയില്ലല്ലോ, കുറെ മതം മാറ്റൽ വിശേഷങ്ങളല്ലേ വന്നിട്ടുള്ളൂ. അത് പോകട്ടെ, ബെന്തക്കോസുകാർക്കും ബ്രദറുകാർക്കും സുവിശേഷം എന്താണെന്ന് അറിയാമോ? ഇപ്പൊ കണ്ടല്ലോ നിങ്ങൾ, ഇദ്ദേഹത്തിന്റെ സുവിശേഷത്തിന്റെ സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. ഞങ്ങൾ അറിയിക്കുന്ന സുവിശേഷം എന്താണെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ആ സുവിശേഷം എന്താണോ, ആ സുവിശേഷത്തിന്റെ കാതലായ ആളാരാണോ അദ്ദേഹം പാപിയാണെന്നാണ് പറയുന്നത്. എന്തു പറയുന്നു? യോഹന്നാന്റെ അടുത്ത് എന്നത് യേശുവിന്റെ പാപം മാറ്റാണെന്നുള്ള ചിന്താഗതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. അതിപ്പോ ഇദ്ദേഹം എന്താണെന്നുള്ളത് ഇപ്പൊ ഏകദേശം എല്ലാവർക്കും ബോധ്യമായി. ഇനി ആൽബർട്ടിനോടുള്ള കാര്യം, ആൽബർട്ട് പറയുന്നത് ലോകം മുഴുവനും സുവിശേഷം എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലങ്കര സഭാപിതാക്കന്മാർ പേജ് 151 എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ നല്ല ക്രിയകൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം മനുഷ്യരുടെ മുമ്പാകെ നിങ്ങളുടെ നടപടിയാകുന്ന വെളിച്ചം പ്രകാശിപ്പിച്ചിരിക്കണം എന്നുള്ള കൽപ്പനയെ നിറവേറ്റുന്നവരായിരിക്കുകയും മറ്റും ചെയ്യുന്നത് കൂടാതെ നിങ്ങളുടെ ഇടവയ്ക്കടുത്തുള്ള പുറജാതികളോട് സുവിശേഷം പ്രസംഗിക്കുകയും എളുപ്പത്തിൽ നേടുവാൻ ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള പുലയർ, പറയർ, കുറവർ മുതലായ ഹിന്ദുക്കളെ വേദം പഠിപ്പിച്ച് ദൈവത്തിനുള്ളവരാക്കി തീർക്കേണ്ടുന്നതിന് അവരോടും പ്രത്യേകം അവരുടെ രക്ഷാധിപന്മാരായി നമ്മിൽ തന്നെയുള്ള ജനത്തോട് ഉപദേശിക്കുകയും വേണം. മലങ്കര സഭാപിതാക്കന്മാർ പേജ് 151 വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ആൽബർട്ട് പറയുന്നത് ഈ സംഭവം ഇനി സുവിശേഷം അറിയിക്കേണ്ട കാര്യമില്ല, സുവിശേഷം അറിയിക്കേണ്ട കാര്യമേ ഇല്ല. ആൽബർട്ടിനോട് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്, സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുന്നത് ആ പിതാവ് ആരാണെന്നോട് ഒന്ന് പറയണേ. അല്ല ആൽബർട്ടെ, ഈ പുറംജാതികളോട് നിങ്ങൾ അറിയിച്ച സുവിശേഷം എന്താണെന്നൊന്ന് പറയാമോ? പുറംജാതികളോട് നിങ്ങൾ അറിയിച്ച ആ സുവിശേഷം എന്താണെന്നൊന്ന് പറഞ്ഞു തരുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി എന്തൊക്കെയാണെങ്കിലും അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഒന്നും അല്ലല്ലോ ഈ പുലയറും പറയറും കുറവരുമായിട്ടുള്ള ഹിന്ദുക്കൾ ജീവിക്കുന്നത്. ഈ കേരളക്കരയിലല്ലേ ആൽബർട്ടെ? അങ്ങനെയെങ്കിൽ ഇവരോട് നിങ്ങൾ അറിയിച്ച സുവിശേഷം എന്താണ്? ഇവരോട് സുവിശേഷം അറിയിച്ചിട്ട് ഇവർ ക്രിസ്തുവിനെ സ്വീകരിച്ചു കാണുമല്ലോ, ശരിയല്ലേ? ഇനി അടുത്തത്, നിരണം മുതലായ പള്ളികളിലൂടെ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയിൽ നിന്നും മുദ്ര പതിപ്പിച്ചതാണ് 1892 കുംഭം 29 നിരണത്ത് പള്ളിയിൽ നിന്നും പുറത്തേക്ക് വിട്ടതായിരിക്കുന്ന എന്താണ് ആ ഒരു സഭയുടെ പേപ്പറാണ്, മുദ്ര പതിപ്പിച്ച പേപ്പറാണ്. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ റോസൈ യോഗത്തിൽ നിന്നും അന്നുള്ള നിശ്ചയപ്രകാരം ചിലരെ സഞ്ചാര പ്രസംഗികളായിട്ടും ചില വിശ്വാസ രീതിക്കടുത്തുള്ള പുസ്തകങ്ങൾ തർജ്ജമ ചെയ്തും മറ്റും ഉണ്ടാക്കുന്നവരായിട്ടും ചിലരെ എല്ലാ പള്ളികളിലും ഇപ്പോഴുള്ളതും ഉണ്ടാക്കേണ്ടതുമായ പള്ളിക്കൂടങ്ങൾ, നമസ്കാരം, വേദപാഠം, വിശ്വാസ രീതിക്കടുത്തുള്ള പഠിത്തം മുതലായത് നടത്തിച്ച് അവകൾ പരിശോധിക്കുന്നതിനായിട്ടും ചിലരെ പുറംജാതികളോടുള്ള ഉപദേശവേല നടത്തുന്നതിനായിട്ടും ചിലരെ പുറംജാതികളോടുള്ള ഉപദേശവേല നടത്തുന്നതിനായിട്ടും ചിലരെ ക്രീസ് കൊഹനുസായുടെ ആലോചനയ്ക്കും അതാത് പള്ളികളിലെ കണക്ക് കേൾവി തർക്കവാദങ്ങൾ ഉണ്ടായിരുന്നാൽ കേട്ടു തീർക്കുക മുതലായവയ്ക്കായിട്ടും ചിലരെ ടി സിമ്മനാരിയുടെ പ്രധാന കെട്ടിടവും പള്ളിയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ലാതെ തീർത്തിട്ടില്ലാത്തതിനാൽ
അതിന്റെ പണി നടത്തിപ്പിനായിട്ടും ചിലരെ വേലക്കാർക്ക് ദൈവത്തിന്റെ മക്കളായ ജനത്തിൽ നിന്ന് ധർമ്മശേഖര പിരിവുകൾ എടുത്ത് നടത്തുന്നതല്ലാതെ വേറൊരു വഴിയും ഇല്ലാത്തതിനാൽ അവർകൾക്കായിട്ടും മറ്റും നിശ്ചയിക്കണം. മലങ്കര സഭാപിതാക്കന്മാർ പേജ് 155 അകത്ത് എഴുതിയിരിക്കുകയാണ്. അല്ലയോ ജിജിയുടെ അടിമയായ ആൽബർട്ടെ, 1892 കുംഭം എന്ന് പറയുന്നത് AD 70 ആണോ? അല്ല, ഒരു സംശയമാണേ. അന്ന് സുവിശേഷം ഇനി അറിയിക്കണ്ട എന്ന് ഘോരഘോരം പ്രസംഗിച്ച ആൽബർട്ട് ഈ പുസ്തകങ്ങളൊന്നും വായിക്കാത്തത് ഞങ്ങളുടെ കുഴപ്പമല്ല. മനസ്സിലായോ? അപ്പൊ പുറംജാതികളോടുള്ള ഉപദേശവേല നടത്തുന്നതിനായിട്ട് നിങ്ങളുടെ ആൾക്കാർ 1892 കുംഭം 29 നിരണത്ത് പള്ളിയിൽ നിന്ന് ഇറക്കിയ ആ സഭയുടെ പേപ്പറിൽ പറയുകയാണ്. അടുത്തത് 1892 കൊല്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1067 കർക്കിടകം 21 പരുമല സെമിനാരിയിൽ നിന്നും ഇറക്കിയിരിക്കുന്ന ഒരു പേപ്പർ. 1892 കൊല്ലം 1067 കർക്കിടകം 23. ആകയാൽ ഈ ദുഃഖത്തിന്റെയും ഭയത്തിന്റെയും കാലത്തിൽ സകലത്തിനു മുമ്പായി നാം നോക്കേണ്ടത് നമ്മുടെ ഷമ്മാശന്മാരെയും കുഞ്ഞുങ്ങളെയും ദൈവിക പഠിത്തത്തിലും ഉപദേശത്തിലും വളർത്തി ദൈവ തിരുവിഷ്ടപ്രകാരം ആത്മീക ശുശ്രൂഷക്കാർ ആക്കി തീർക്കേണ്ടത്രേ. മൂശയുടെ കാലത്തിൽ പഴയ സഭയുടെ ശുശ്രൂഷയ്ക്കും വേലയ്ക്കുമായി നഗരങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും പള്ളിക്കുടങ്ങളും പഠിത്തവും വേദവായനയും ഉപദേശവും നിയമിച്ച് അവകളാൽ ആ സഭയെ കാത്തുവന്നു. പുതിയ സഭയിലുള്ള നമ്മുടെ രക്ഷിതാവും ഭൂലോകമൊക്കെയും തന്റെ സുവിശേഷം പ്രസംഗിപ്പാനും മറ്റുമായി തന്റെ ശിഷ്യന്മാരെ അയക്കുകയും അവകളാം തന്റെ തിരുസഭയെ കാക്കുകയും ചെയ്തു. ഇത് കണ്ടു പഠിത്തം ഈ അന്ത്യകാലത്തിൽ എത്രത്തോളം നാം ഭക്തിയായി നടക്കുമോ അത്രത്തോളം തിരുമോ സഭയ്ക്ക് രക്ഷയും, എത്രത്തോളം നാം അതിൽ ഉദാസീനതരായി അത്രത്തോളം സഭയ്ക്ക് ക്ഷയവും ഉണ്ടാവും എന്നുള്ളത് സ്പഷ്ടമാകും. മലങ്കര സഭാപിതാക്കന്മാർ 155, 157 പേജിൽ 58, 59 പേജിൽ പറഞ്ഞിരിക്കുകയാണ്. അതിപ്പോ ഇവിടെയും വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം എന്ത് ഗ്രാമങ്ങൾ തോറും പള്ളിക്കുടവും പഠിത്തവും വായനയും എന്ത് ഇത് ചെയ്യണമെന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവര് പറഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ നിരണം മുതലായ പള്ളികളുടെ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയിൽ നിന്ന് 1892 കൊല്ലം 160 കർക്കിടക 23 പരുമല സെമിനാരിയിൽ നിന്ന് അടുത്തവൻ വന്നിരിക്കുന്നത് എന്താ നോക്കി. നമ്മുടെ തെക്കിനടുത്തുള്ള നിരണം, കൊല്ലം, തുമ്പമൺ എന്നീ 3 ഇടവകകളുടെ പ്രധാന കോട്ടയും ഭദ്രാസനവുമായി ആദ്യമേ മാർ ദിവാനിയോസ് മെത്രാപ്പോലിത്ത അവർകളാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ പരുമല സെമിനാരിയുടെയും പള്ളിയുടെയും പണി തീർക്കുക, പഠിത്തം മുതലായത് നടത്തുക. എല്ലാ പള്ളികളിലും സ്കൂളുകളിലും ഞായറാഴ്ച തോറും വേദോപദേശവും കൂടി പ്രാർത്ഥനയും നടത്തുക. സഞ്ചാര പ്രസംഗത്തിന് ആളുകളെ തെരഞ്ഞെടുക്കുക. പുറംജാതിക്കാരോട് സുവിശേഷം അറിയിച്ച് അവരെ മിശികയിലേക്ക് തിരിപ്പിക്കുക. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വേലയ്ക്കും തന്റെ ഭവനത്തിന്റെ ചില വെറുപ്പുകൾക്കുമായി ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആഹാരത്തിന്റെ മുൻഫലമായി പിടിയരി എന്ന കാഴ്ച ഈ വരുന്ന ചിങ്ങമാസം 1-ാം തീയതി മുതൽ അതാത് ഭവനങ്ങളുടെ അവസ്ഥ പോലെ വെപ്പാൻ അരിയെടുക്കുന്ന സമയമൊക്കെയും എടുത്ത് പ്രത്യേകമായി ഒരു പാത്രത്തിൽ സൂക്ഷിക്കുകയും അതിന്റെ പിരിവിന് പള്ളിയിൽ നിന്നും നിശ്ചയിക്കപ്പെടുന്ന ആൾ വരുന്ന സമയം അത് അളന്നുകൊടുത്ത് കണക്കിൽ പതിപ്പിക്കുകയും ഈ വക അരി 30-ാം തീയതി തോറും പിരിവുകാരന്റെ ശമ്പളം തീർത്തത് നീക്കി പകുതി വകയ്ക്ക് ഈ സെമിനാരിയിൽ എത്തിക്കുകയും പകുതി ആ പള്ളി ഇടവകയിൽ നടത്തപ്പെടേണ്ടതിന് പഠിത്തം, പുറംജാതികളോടുള്ള ഉപദേശം മുതലായ ആത്മീയ വേലയ്ക്കായി പ്രത്യേക മുൾപ്പിടിയിൽ സൂക്ഷിക്കുകയും വേണം. എന്നാൽ ഈ കാഴ്ച ഭവനങ്ങളിൽ സൂക്ഷിപ്പാനുള്ള ചുമതല പ്രത്യേക സ്ത്രീക്കായിരുന്നു. ആദ്യം സ്ത്രീകളുടെ കൈകൊണ്ടത്രേ പാപക്കനി പറിപ്പാൻ ഇടയായത്. അപ്പോൾ ആൽബർട്ട് പറയുന്നത് ജിജിയുടെ ഉപദേശത്തിൽ നിൽക്കുന്ന എന്ന് വെച്ചാൽ ഗ്ലോറിയസിന്റെ ഉപദേശത്തിൽ നിൽക്കുന്ന, ഷിബു പീഡിയക്കലിന്റെ ഉപദേശത്തിൽ നിൽക്കുന്ന ആൽബർട്ട് പറയുന്നത് സുവിശേഷം അറിയിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ആൽബർട്ടെ, ഈ 1892 പുറംജാതികളോട് നിങ്ങൾ അറിയിച്ച സുവിശേഷം ഏതാണ്? പുറംജാതികളോട് നിങ്ങൾ അറിയിച്ച സുവിശേഷം ഏതാണ്? നിങ്ങൾ പറഞ്ഞു തരൂ. നിരണം, കൊല്ലം, തുമ്പമണ്ണ് ആ സൈഡിലെന്നല്ല, നിങ്ങൾ താമസിക്കുന്ന കോന്നിയിൽ പോലും അറിയിച്ച സുവിശേഷം ഏതാണ്? പുറംജാതിക്കാരോട് അറിയിച്ച് സുവിശേഷം അറിയിച്ച് അവരെ മിശികയിലേക്ക് കൊണ്ടുവന്നത് ഏത് സുവിശേഷമാണ് അറിയിച്ചത്?
നിങ്ങളുടെ സുവിശേഷം എന്താണ്? നിങ്ങൾ ഇവരോട് അറിയിച്ച സുവിശേഷം എന്താണ്? ഒന്ന് പറഞ്ഞു തരൂ. ഈ പുറംജാതിക്കാരായ പറയരും പുലയരും ആയിട്ടുള്ള മനുഷ്യരോട് നിങ്ങൾ അറിയിച്ച സുവിശേഷം എന്താണ്? ആ സുവിശേഷം എന്താണ് നിങ്ങൾ പറഞ്ഞു തരിക. അടുത്തത്, ക്രിസ്ത്യാനികളായ നാം ചെയ്യേണ്ടത് എന്തെല്ലാമെന്ന് ആലോചിക്കാം. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ക്രിസ്ത്യാനികളായിട്ടുള്ള ഇവർ ചെയ്യേണ്ട എന്താണെന്ന് ആലോചിക്കണം. ഈ നാട്ടിൽ അജ്ഞാനികളായ ദാരിദ്ര്യത്തിൽ മുഴുകി പാപം ചെയ്തും കഷ്ടപ്പെട്ടും വസിക്കുന്ന അനവധി ആളുകളുണ്ട്. താഴ്ന്ന ജാതിക്കാരെന്ന് പറഞ്ഞു വരുന്ന പുലയർ മുതലായവർക്ക് രാജപാതയിൽ സഞ്ചാരമോ സമസൃഷ്ടികളോടുള്ള അടുപ്പമോ സാധ്യമേ അല്ലാതെയാണ് ഇരിക്കുന്നത്. ഈ സാധുക്കൾക്ക് സത്യമായ ദൈവവിശ്വാസം ഉണ്ടാക്കേണ്ടതും അവരുടെ കഷ്ടപ്പാടുകൾ തീർക്കേണ്ടതും അവർക്ക് അറിവുണ്ടാക്കി കൊടുത്ത് അവരെ പാപങ്ങളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ടത് നമ്മുടെ മുഖ്യമായ കർത്തവ്യമാകുന്നു. അല്ല ആൽബർട്ട് യോഹന്നാനെ, അല്ല ജിജിയുടെ അടിമയായ ആൽബർട്ടെ, താങ്കളോട് ചോദിക്കാണ്. താങ്കൾ പറയുന്ന സുവിശേഷം എന്താണ്? ആ നിർത്തി, ഇനി വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ജാതിയിൽപ്പെട്ടവരോട് നിങ്ങൾ സത്യമായ ദൈവവിശ്വാസം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ അറിയിച്ച സുവിശേഷം എന്താണ്? ഈ നാട്ടിൽ അജ്ഞാനികളായ ദാരിദ്ര്യത്തിൽ മുഴുകി പാപം ചെയ്തും കഷ്ടപ്പെട്ടും വസിക്കുന്ന അനവധി ആളുകളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴ്ന്ന ജാതിക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ജാതിയുടെ പേര് വരെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നവരോട്, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ജാതി പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നവരോട് നിങ്ങൾ അറിയിച്ച സുവിശേഷം എന്താണ്? ഒന്ന് പറഞ്ഞു തരൂ. അതെ, നിങ്ങൾക്ക് പറയാൻ ഭയമാണോ? നിങ്ങൾ അറിയിച്ച സുവിശേഷം പറയൂ. പാപങ്ങളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ടതാണ് നമ്മുടെ മുഖ്യമായ കർത്തവ്യം എന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കെ, നിങ്ങളുടെ സഭാപിതാക്കന്മാർ എഴുതിയിരിക്കുന്ന, നിങ്ങളുടെ മെത്രാപ്പോലിത്തമാർ എഴുതിയിരിക്കുന്ന ഈ പുസ്തകങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ മറ്റുള്ളവരോട് അറിയിച്ച സുവിശേഷം ഏതാണ്? പറയണോ ആൽബർട്ടെ? അടുത്തത്, പ്രിയമുള്ളവരെ, കർത്താവിന്റെ വേലയ്ക്കും തന്റെ ഭവനത്തിന്റെ ചില അവരെ എന്ത് ചെയ്യണം? നമ്മുടെ മുഖ്യ കർത്തവ്യം, അവരെ എന്ത് ചെയ്യണം? സുവിശേഷം അറിയിച്ചവരെ, ഇവരെ ക്രിസ്തു മതത്തിൽ ചേർത്ത് ഇവർക്ക് പ്രത്യേകം പള്ളികൾ തൽക്കാലം ഉണ്ടാക്കി കൊടുക്കണം. എന്തേ, നിങ്ങൾക്ക് കൂടെ ഇരുത്താൻ പറ്റത്തില്ല? ഇവരെ, ഈ താഴ്ന്ന ജാതിയിൽ നിന്ന് വന്നവരെ കൂടെ ഇരുത്താൻ പറ്റത്തില്ല? നിങ്ങൾക്ക് എന്തേ പറ്റാത്ത? ഇനി ഇവരുടെ ഇപ്പോഴത്തെ താഴ്ന്ന സ്ഥിതിയിൽ നിന്നും ഇവർ ഉയർന്നു വരുന്നതോടുകൂടി ഇവരെയും നമ്മുടെ പള്ളികളിൽ പ്രവേശിപ്പിച്ചു കൊള്ളാം. എങ്ങനെയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഇവര് ആ താഴ്ന്ന ജാതിയിൽ അവർക്ക് പ്രത്യേകം പള്ളി പണിതു കൊടുക്കണം. ഇനി ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഈ താഴ്ന്ന സ്ഥിതിയിൽ നിന്ന് എന്ത് ചെയ്യണം? ഇവര് മാറണം. ഇവരുടെ താഴ്ന്ന സ്ഥിതിയിൽ നിന്നും മാറി, അതെന്ത് മാറ്റമാണെന്ന് അറിയത്തില്ല. ഒരുത്തം ക്രിസ്തുവിനെ സ്വീകരിച്ച അവൻ പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിയാകുക എന്ന് പറയുന്നത് ശരീരത്തിന്റെ കളർ മാറുന്നതോ അല്ലെങ്കിൽ മുടിയുടെ ഇതൊന്നും മാറുന്നില്ല. അവൻ പുതിയൊരു മനുഷ്യനായി. കാരണം അവൻ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം മോചനം സംഭവിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഇവിടെ താഴ്ന്ന സ്ഥിതിയിൽ നിന്ന് ഉയർന്നു വരുന്നതോടുകൂടി ഇവരെയും നമ്മുടെ പള്ളികളിൽ പ്രവേശിപ്പിച്ചോളാം. അപ്പോഴിവിടെ എന്താണ് കാണിച്ചിരിക്കുന്നത്? ഇവിടെ യുദ്ധം തന്നെയാണ് ഇവരും പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ഇവർക്ക് ഉയർന്നു വന്നെങ്കിലേ ഇവരുടെ പള്ളിയിൽ പ്രവേശിക്കാൻ ഇല്ലെന്നുണ്ട്. ഇവർക്ക് പ്രത്യേകം പള്ളിയാണ്. പള്ളിക്കൂടങ്ങൾ ഇപ്രകാരം ആദ്യം പ്രത്യേകമായും പിന്നീട് സാധാരണമായും കൊടുക്കണം. ആദ്യമേ എന്ത് ചെയ്യണം? പള്ളിക്കൂടങ്ങളും ഇപ്രകാരം ആദ്യം പ്രത്യേകമായിട്ട് കൊടുക്കണം. എവിടുന്ന്? ഈ താഴ്ന്ന ജാതിയിൽ നിന്ന് സുവിശേഷം കേട്ട് വിശ്വസിച്ച് വരുന്നവരെ പ്രത്യേകം പള്ളി പണിത് കൊടുക്കുക, പ്രത്യേകം പള്ളിക്കൂടവും കൊടുക്കുക, പിന്നീട് സാധാരണമായും കൊടുക്കണം. എങ്ങനെയുണ്ട്? ഈ വിഷയത്തിൽ നാം ചെയ്തിട്ടുള്ള ശ്രമം വളരെ വളരെ വർദ്ധിപ്പിക്കാനുണ്ട്. ഇവരുടെ ഇടയിൽ സുവിശേഷ പ്രസംഗങ്ങൾ നടത്തണം. നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമല്ല, മറ്റു മതക്കാരുടെ ഇടയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുന്നത് സുവിശേഷ പ്രചാരത്തിന് ഉത്തമമായ മാർഗമാണ്. അല്ലയോ ജിജിയുടെ വക്താവായി നടക്കുന്ന, ജിജിയിൽ നിന്നും പൊന്നാട സ്വീകരിച്ച് നടക്കുന്ന യോഹന്നാനെ, യോഹന്നാനോട് ചോദിക്കണം, ഇതെന്താ യോഹന്നാൻ ഒരു വേർതിരിവ് നിങ്ങളുടെ സഭയില്? അല്ല, നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കാണുന്നത്, ഞങ്ങൾക്ക് എന്തുവാ പൊളവൻ തോമസുമായിട്ടിരുന്ന് അതിൻ്റെ അകത്തിരുന്നോണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് സഭകൾ തമ്മിൽ വ്യത്യാസം, ആര് വന്നാലും ഞങ്ങൾ ഒരുപോലെ ചേർത്ത്. ഇതെന്താ ഇങ്ങനെ ഒരു വേർതിരിവ് വന്നത്? ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ് ചിന്തിക്കണം, അയ്യോ ഞങ്ങളുടെ സഭയിലെ ആൾക്കാരൊക്കെ എഴുതി ഏതെങ്കിലും പുസ്തകമൊക്കെ വെച്ചിട്ടുണ്ടോ, പുസ്തകങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും.
മനസ്സിലായോ? അന്വേഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അബദ്ധത്തിൽ പോയി വീഴും. അതുകൂടാതെയോ വിജാതീയ മിഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവരൊരു മിഷൻ തന്നെ സ്ഥാപിച്ചു. വിജാതീയരെ ഇവർക്ക് വേണ്ടി മാത്രം, വിജാതീയർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു മിഷൻ സ്ഥാപിച്ച ടീമുകളാണ് ഇവര്. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ സമീപമുള്ള പുറം ജാതികളെ, പ്രത്യേകിച്ച് പുലയർ മുതലായ സാധുക്കളെയും സുവിശേഷം അറിയിച്ച് അവരെ സത്യവിശ്വാസത്തിലേക്ക് തിരിപ്പിക്കുകയും ആവശ്യം പോലെ അവർക്ക് പള്ളികളോ പള്ളിക്കൂടങ്ങളോ പണിയിച്ചു കൊടുത്ത് അവരെ സത്യവിശ്വാസത്താൽ വളർത്തുകയും ചെയ്യുന്നതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ആ ഒരു വിജാതീയ മിഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മിഷൻ സ്ഥാപിച്ച ടീമുകളാണ് ഇവിടെ വന്നിട്ട് പറയുന്നത് എന്ത്? ഇവര് ഹിന്ദുക്കളെ പിടിച്ചുകൊണ്ടുപോയെന്ന്. ഞങ്ങൾ ഈ പിന്നാലെ വന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ പറയുന്നത്. ബൈബിള് നിങ്ങളുടെ ആണെന്നാണല്ലോ നിങ്ങളുടെ അവകാശവാദം. കത്തോലിക്കരും പറയുന്ന അവരാണ് ബൈബിൾ എല്ലാവർക്കും തന്നേന്ന്. കത്തോലിക്ക സഭയുടെ ആൾക്കാരല്ലെന്നുണ്ടെങ്കിൽ ബൈബിള് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ വേണ്ടി ഏറ്റവും അവസാനം വന്ന ടീമാണ് POC ബൈബിളിന്റെ ഫ്രണ്ടിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. എങ്കിലും അത് പോട്ടെ. ഞാൻ ആൽബർട്ട് യോഹന്നാനോട് ചോദിക്കുന്നത്, ആൽബർട്ട് യോഹന, ഈ വിജാതീയ മിഷനൊക്കെ സ്ഥാപിച്ച് പുറം ജാതികളോട് നിങ്ങൾ അറിയിച്ച സുവിശേഷം എന്താണ്? ഈ 1800 കാലഘട്ടത്തിൽ എന്ത് സുവിശേഷമാണ് നിങ്ങൾ അറിയിച്ചത്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇത് തീർന്നു പോയി, സുവിശേഷം തീർന്നു, സുവിശേഷം ഇനി വേണ്ടെന്നാണല്ലോ പറയുന്നത്. ഞങ്ങൾ ചോദിക്കുകയാണ്, പുറം ജാതികളോട് പ്രത്യേകിച്ച് പുലയർ മുതലായ സാധുക്കളെ സുവിശേഷം അറിയിച്ചു. ഈ സുവിശേഷം എന്തായിരുന്നു? നിങ്ങൾ അറിയിച്ച സുവിശേഷം എന്തായിരുന്നു? നിങ്ങളുടെ സുവിശേഷം എന്തായിരുന്നു? നിങ്ങൾ ആരെ പറ്റിയാണ് പുറം ജാതികൾക്ക് പറഞ്ഞു കൊടുത്തത്? മറ്റുള്ള ജാതികളോട് നിങ്ങൾ പറഞ്ഞ ഏത് വ്യക്തിത്വത്തെ പറ്റിയാണ് നിങ്ങൾ പറഞ്ഞത്? പുറം ജാതികളോട് നിങ്ങൾ എന്താണ് സുവിശേഷം അറിയിച്ചത്? നിങ്ങളുടെ സുവിശേഷം എന്താണ്? നിങ്ങൾക്ക് എന്താ പറയാൻ ഭയമാണോ? നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എന്താ, നിങ്ങൾക്ക് എല്ലാ രീതിയിലും സുവിശേഷം അറിയിക്കാൻ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നതാണല്ലോ ആൽബർട്ട് യോഹന്നാനെ. അതുകൊണ്ട് ആൽബർട്ട് യോഹന്നാനോട് പ്രത്യേകം ചോദിക്കാണ്, ആൽബർട്ട് യോഹന്നാനെ, നിങ്ങൾ അറിയിച്ച സുവിശേഷം എന്തായിരുന്നു? നിങ്ങൾ അറിയിച്ച സുവിശേഷം എന്തായിരുന്നു ആൽബർട്ടെ? വേറെ ഒരാൾ പറഞ്ഞിട്ടില്ലേ, ഈ കോന്നിയിലും എല്ലാം മതം മാറ്റം നടന്നേന്ന്. ആ മഹാനോടുകൂടെ ചോദിക്കുകയാണ്, ഇതിപ്പോ ആരെയാണ് മതം മാറ്റിയത്? നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിവാസം ഈ ലോകത്ത് ഈ ക്രിസ്ത്യാനികളെ നശിപ്പിച്ച, അതായത് ക്രിസ്ത്യാനികളുടെ വീടുകളിൽ നിന്നെല്ലാം ദുരുപദേശം. നിങ്ങളോ ഈ കാണുന്ന ഹിന്ദുക്കളെ മുഴുവൻ പിടിച്ചോണ്ട് പോയി, ന്യായപ്രമാണത്തില്ലാത്ത ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കേട്ടോ. ഈ കാണുന്ന ഹിന്ദുക്കളെ മുഴുവൻ പിടിച്ചോണ്ടുപോയി, മുഴുവൻ ഹിന്ദുക്കളെയും പിടിച്ചോണ്ടുപോയി. ഇനി ഹിന്ദുക്കൾ ആരുമില്ല, ഹിന്ദുക്കളെ മുഴുവനും പിടിച്ചോണ്ടുപോയി. ആര്? പ്രത്യേക വിജാതീയ മിഷൻ സ്ഥാപിച്ചുകൊണ്ട് ആ പരിപാടി ചെയ്ത ആൽബർട്ട് യോഹന്നാനാണ് ഈ പറയുന്നത്. ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഈ ആൽബർട്ട് യോഹന്നാണ് പറയുന്നത് സകല ഹിന്ദുക്കളെയും പിടിച്ചോണ്ടുപോയി. എന്നിട്ട് ആൽബർട്ട് യോഹന്നാന്റെ വീടിന്റെ അടുത്ത് ഹിന്ദുക്കൾ താമസിക്കുന്നുണ്ടല്ലോ. എന്തേ ആൽബർട്ടെ? ഇനി ആൽബർട്ടിന്റെ ആൾക്കാർ, ആദ്യകാല പിതാക്കന്മാര് സുവിശേഷം അറിയിച്ച പോലെ ആൽബർട്ടിന് എന്തുകൊണ്ട് അവരോട് സുവിശേഷം അറിയിക്കാൻ പറ്റുന്നില്ല? ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ ഏകനാമത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമെന്ന് പറയാൻ എന്തേ ആൽബർട്ടെ പറ്റാത്തത്? ആദ്യകാലത്ത് നിങ്ങളുടെ ആൾക്കാർ പോയി പല സ്ഥലങ്ങളിലും ചെന്നിട്ട് അവിടെ ഓരോ സ്ഥലത്തും ചെന്ന് ഓരോ ജാതിയിൽപ്പെട്ടവരെ നിങ്ങൾ സുവിശേഷം അറിയിച്ച് മതം മാറ്റി മാമോദീസ മുഖ്യതിന്റെ ചരിത്രം അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അതുകൊണ്ട് ആൽബർട്ടിനോട് പറയണം, ആൽബർട്ടെ, ഏതെങ്കിലും രീതിയിൽ ഒരു കാര്യം പറയാൻ വരുന്നതിന് മുമ്പ് ആൽബർട്ട് ഒന്ന് ചിന്തിക്കണം. ഇതിങ്ങനൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ സഭാപിതാക്കന്മാർ ഈ സുവിശേഷം അറിയിച്ചിട്ടുണ്ടോ? അല്ലയോ ആൽബർട്ടെ, AD 70 കർത്താവ് സുവിശേഷം അറിയിക്കുന്ന പരിപാടി മൊത്തം നിർത്തിയെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആൾക്കാർ പിന്നെ ഈ താഴ്ന്ന ജാതിക്കാരോട് സുവിശേഷം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന്റെ വാക്കിനെ വിലക്കുകയല്ലേ ചെയ്തത്? കർത്താവിന്റെ വാക്കിനെ അനുസരിക്കാതെ നിങ്ങൾ അതിനെ വിലക്കുകയല്ലേ ചെയ്തത്? ശരിയല്ലേ? അപ്പൊ ആൽബർട്ട് ഒന്ന് ചിന്തിച്ചു നോക്ക് കേട്ടോ. ആൽബർട്ട് ഒന്ന് മനസ്സിലാക്കി നോക്ക്. ആൽബർട്ട് സുവിശേഷം നിലയ്ക്കുകയില്ല. ഈ ഭൂമിയിൽ മനുഷ്യരുള്ളിടത്തോളം കാലം കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറയാനുള്ള സത്യ സുവിശേഷം അറിയിച്ചുകൊണ്ടേയിരിക്കും. ഒരു മാറ്റവും കാണത്തില്ല. കർത്താവിന്റെ വരവിങ്കൽ വരെ ഒരു സത്യക്രിസ്ത്യാനിയായ ഞങ്ങളെപ്പോലുള്ളവരെല്ലാവരും എന്ത് ചെയ്യും? ഈ സുവിശേഷം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട്, ലോകത്തിന്റെ അറ്റത്തോളം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ആൽബർട്ടിനും അതിൽ പങ്കുചേരാം കേട്ടോ. സുവിശേഷം അറിയിക്കാൻ ആൽബർട്ടിനും പങ്കുചേരാം. പക്ഷെ സുവിശേഷം അറിയിക്കത്തില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആൽബർട്ടിന്റെ ആ ചിന്താഗതി എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആൽബർട്ടിനോട് പറഞ്ഞു, ആൽബർട്ട് ആദ്യം ജിയുടെ പടിയാണ്, എന്നിട്ടൊരു നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കും.
കാരണം അതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ പൊന്നാടയൊക്കെ ഇട്ട് തരും, പക്ഷെ അതേപോലെ വാഴ ഞങ്ങൾക്ക് വെക്കേണ്ടിയും വരും. അതുകൊണ്ട് വാഴ വെച്ചതിന്റെ കാരണം എന്താണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ അടുത്ത ക്ലാസ്സിൽ കേൾക്കാൻ പോകുന്നത് ആൽബർട്ടിന്റെ ആൾക്കാര്. ആൽബർട്ട് പറഞ്ഞല്ലോ സുവിശേഷം ഇനി അറിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആൽബർട്ടിന്റെ ആൾക്കാര് എവിടെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ ചെന്ന് മതം മാറ്റി ഹിന്ദുക്കളെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട് എന്നുള്ളതും, ആരൊക്കെ മാമോദിസ മുങ്ങി വന്നിട്ടുണ്ടെന്നും, ആരൊക്കെ അച്ഛന്മാരായി സഭകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. ആൽബർട്ടിനോടും എന്നെ കേട്ട എല്ലാവരോടും പറയുകയാണ്, സത്യമായ ഒരു സുവിശേഷമുണ്ട്. ആ സത്യസുവിശേഷം വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. അത് വേറെ ആരെയും പറ്റിയല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി മാത്രമാണ്. ഞങ്ങൾക്ക് പറയാനൊരു സുവിശേഷം ഉണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനൊരു സുവിശേഷം ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി മാത്രമാണ്. വേറെ ആരെയും പറ്റി ഞങ്ങൾക്ക് പറയാനില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ പിൻപറ്റി അനേക ശിഷ്യന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, പഴയ നിയമത്തിലെ പ്രവാചകന്മാരുണ്ട്. പക്ഷെ ഇവരെല്ലാവരും പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി മാത്രമാണ്. അതുകൊണ്ട് പാപിയായ ഒരു മനുഷ്യൻ തന്റെ പാപത്തിൽ നിന്നും മോചനം ലഭിച്ച് നിത്യജീവൻ അവകാശിയാകാൻ ഏറ്റവും നല്ലൊരു കാര്യം ഉലകത്തിലുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, തന്റെ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം കടത്തി വെട്ടുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. അവൻ സ്വയം ഏറ്റുപറയാൻ, എന്റെ കർത്താവേ, എന്റെ യേശുവേ, ഞാൻ പാപിയാണ്, എന്റെ പാപങ്ങളെ പുറത്തു തരണം എന്ന് പറയാൻ ഉലകത്തിൽ ഒരു പുസ്തകമുണ്ടെങ്കിൽ, അത് എടുത്തു കാണിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറയുക മാത്രമല്ല, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ ഏകനാമം കർത്താവായ യേശുക്രിസ്തു എന്ന ആ നിസ്തുല്യമായ സ്നേഹത്തിന്റെ നാമമാണ്. ഞങ്ങൾക്ക് നോക്കുവാൻ ഒരു മുഖമുണ്ട്, ഞങ്ങൾക്ക് നോക്കുവാൻ ഒരാളുണ്ട്. ആ ആളിനെയാണ് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു എന്ന് വിളിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് നല്ല മാതൃക വെച്ചിട്ട് പോയ ഒരു നല്ല ഗുരുവുണ്ട്. ലോകത്തിന്റെ ഗുരുക്കന്മാരാണ്, അതിന്റെ ഗുരുവാണ്, ഇതിന്റെ ഗുരുവാണ് പല ഗുരുക്കന്മാർ പറഞ്ഞു പോയപ്പോഴും, അവരെല്ലാവരും മരിച്ചും മണ്ണടിഞ്ഞും അനാദിയായ ഇതിലേക്ക് പോയപ്പോഴും ഞങ്ങൾക്ക് പറയാൻ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു എന്ന ഒരു സത്യഗുരു, ഒരു സത്യ സുവിശേഷത്തിന്റെ ആള് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആൽബർട്ടിനോട് പറയുകയാണ്, ആൽബർട്ടെ കേട്ടല്ലോ, അനേകം ജാതികളെ നിങ്ങൾ സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. ആൽബർട്ടിനോട് ചോദിക്കാണ്, എന്തായിരുന്നു ആ സുവിശേഷം? ആ സുവിശേഷം എന്താണെന്ന് ഒന്ന് പറയണേ കേട്ടോ. പിന്നെ മറ്റേ ആ മഹാനോട്, ഭാഗ്യം തൂക്കി വന്ന മഹാനോട് ചോദിക്കുകയാണ്, അല്ലയോ മഹാനെ, താങ്കളുടെ ദൈവം ആരാണ്? ഇനി ഒരു ചോദ്യം കൂടെ ഞാനവിടെ ചോദിച്ചിട്ടുണ്ട്. ഈ യേശു യോഹന്നാന്റെ അടുത്ത് പോയത് പാപമോചനത്തിനാണ് താങ്കളവിടെ, അങ്ങനെ ആ ഒരു ആശയമാണെങ്കിൽ ആ വാക്യം ഒന്ന് കാണിച്ചേക്കണേ. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കും.